ഹേ ഗായ്സ്, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ എൻ്റെ നാട്ടിൽ ഒരു പ്രോപ്പർട്ടി നോക്കാൻ വേണ്ടി പോവാണ്. അതായത് ദുബായിലുള്ള ഒരു ക്ലയൻറ്റ് ഇവിടെ ഒരു പ്രോപ്പർട്ടി വാങ്ങിയിട്ടുണ്ട്. നോർത്ത് പുറവനാണ് എൻ്റെ നാട്. അപ്പോൾ ഇവിടെ പുത്തമ്പേൽക്കര എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. നല്ല ഭംഗിയുള്ള ലേക്ക് ഫ്രണ്ട് ആയിട്ടുള്ള ഒരു പ്രോപ്പർട്ടിയാണിത്. പൂളുണ്ട്. അപ്പോൾ ഞാനിന്ന് ആദ്യമായിട്ട് ആ പ്രോപ്പർട്ടി വിസിറ്റ് ചെയ്യാണ്. ഇവിടെ എയർബിഎൻബി വർക്കൗട്ട് ആവുമെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇത് നെടുമ്പാശ്ശേരി എയർപോർട്ടിൽ നിന്ന് ജസ്റ്റ് ഒരു 45 മിനിറ്റ്സ് ഡ്രൈവ് ഉള്ളൂ. പിന്നെ അതുപോലെ തന്നെ ചെറായി ബീച്ച് നിയർ ബൈ ആണ്, ഒരു 15 to 20 മിനിറ്റ്സ് ഉള്ളൂ. പിന്നെ പാലിയം പാലസ് ഉണ്ട്, അതൊരു ഹെറിറ്റേജ് പ്രോപ്പർട്ടിയാണ് പാലിയം കൊട്ടാരം. അവിടേക്ക് ഒരുപാട് ആൾക്കാർ വിസിറ്റ് ചെയ്യാൻ വേണ്ടി വരുന്നതാണ്. പിന്നെ അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ്. ഈ ബാച്ചിലേഴ്സിനും അതുപോലെ ഫാമിലി ഗെറ്റ് ടുഗദർ അതിനൊക്കെ പറ്റിയൊരു പ്രോപ്പർട്ടിയാണത്, ഫോട്ടോസ് കണ്ടിട്ട്. അപ്പം ഞാനിപ്പോൾ ആദ്യമായിട്ട് അത് വിസിറ്റ് ചെയ്യാൻ പോവാണ്. നമുക്ക് അവിടെ പോയിട്ട് അതിൻ്റെ വിഷ്വൽസ് കാണാം, അതിൻ്റെ ബാക്കി റൂംസും കാര്യങ്ങളെല്ലാം, എന്തെല്ലാം കാര്യങ്ങൾ അവിടെ ചെയ്യണം. അപ്പോൾ അതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മളിന്ന് വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നമ്മൾ ആ പ്രോപ്പർട്ടിയിലേക്ക് എത്താറായി. ജസ്റ്റ് ഒരു 400 മീറ്റേഴ്സും കൂടി ഉള്ളൂ. ഭയങ്കര നാരോ റോഡ്സ് ആണ്. ഓപ്പോസിറ്റ് വണ്ടിയൊക്കെ വന്നാൽ സൈഡ് കൊടുക്കാൻ ഇത്തിരി ബുദ്ധിമുട്ടാണ്. ഇവിടെ വർക്ക് കിടക്കുന്നുണ്ട്. ഇതാണ് പ്രോപ്പർട്ടി. മെയിൻ്റനൻസ് ഉണ്ട്, പെയിൻറ്റിങ് ഒക്കെ ഉണ്ട്. പിന്നെ ഇവിടെ ഒരു വല കിടക്കുന്നുണ്ട് ഡൈനിങ് സ്പേസിൻ്റെ അവിടെ. അതെല്ലാം മാറ്റണം. കയറി വരുമ്പോൾ തന്നെ ആ ഒരു ഇംപ്രഷൻ, നെഗറ്റീവ് ഇംപ്രഷനിലോട്ട് പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഇതേപോലെ സാധനങ്ങളെല്ലാം കണ്ടു. ഓക്കെ, നമുക്ക് വണ്ടിയിൽ നിന്ന് ഇറങ്ങിയിട്ട് നോക്കാം. നല്ല അടിപൊളി ഏരിയ ആണ്. ഇവിടെ നിന്ന് കഴിഞ്ഞാൽ ഇതേപോലെ ബോട്ട് പോകുന്നതും നല്ല അടിപൊളിയായിട്ടുള്ള കാഴ്ചകളെല്ലാം കാണാൻ പറ്റും. ഇവിടെ വർക്ക് കിടക്കുന്നുണ്ട്. ആണ് പ്രോപ്പർട്ടി. നല്ല ഏരിയ ഉണ്ട് പ്രോപ്പർട്ടിക്ക്. നമുക്ക് ജസ്റ്റ് ആ പൂളിൻ്റെ അങ്ങോട്ട് ഒന്ന് നടക്കാം. ചെറിയൊരു എ ഫ്രെയിം ഉണ്ട്. എക്സ്റ്റീരിയർ അടിപൊളിയാണ്. ആ ഭാഗത്തായിട്ടാണ്, ആ ഒരു ഭാഗത്തായിട്ട് സൺസെറ്റ് വരുന്നത്. അപ്പോൾ വൈകുന്നേരം നല്ല ഭംഗിയായിരിക്കുമല്ലോ അവിടെ നിന്ന് പൂളിൽ കിടന്ന് എൻജോയ് ചെയ്യാം. റൂമിൽ ഇത്ര നേരം ക്ലീനിങ് ആയിരുന്നു. അപ്പം ഞാൻ ഇപ്പോഴാണ് റൂമിലേക്ക് എൻ്റർ ചെയ്യണത്. 2 സെക്ഷനായിട്ടാണുള്ളത്. ഇപ്പം ആദ്യം ഇങ്ങോട്ട് കയറി നോക്കാം. ഇതൊരു ലിവിങ് സ്പേസ് ആണ്. അത് നേരത്തെ നടത്തിക്കൊണ്ടിരുന്ന പ്രോപ്പർട്ടിയാണ്. അവരുടെ ഇപ്പോൾ ഇപ്പോഴത്തെ ഓണർ വാങ്ങിയതാണ്. ഇവിടെ 2 റൂമാണുള്ളത്. റൂമെല്ലാം അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ AC ഉണ്ട്, ഫാനുണ്ട്, കബോർഡ് ഉണ്ട്. വാഷ്റൂം ഇല്ല, പക്ഷെ പെയിൻറ്റിങ് ഒക്കെ പോയി കിടക്കണം. പെയിൻറ്റിങ് ഒക്കെ ചെയ്യാനുണ്ട്. വാഷ്റൂം ഇല്ല, ആ റൂമിനില്ല. ഈ റൂമിനും വാഷ്റൂം ഇല്ല എന്ന് തോന്നുന്നു. അതെ, ഈ റൂമിനും വാഷ്റൂം ഇല്ല. AC, ഫാൻ. റൂം സ്പേസ് കുറഞ്ഞ റൂമാണ്. പുറത്ത് നല്ല ഏരിയ ഉണ്ട്, പക്ഷെ അത് ഇവിടെയൊക്കെ പെയിൻറ്റിങ് ഒക്കെ നല്ല രീതിയിൽ ചെയ്യാനുണ്ട്. ഇതാണ് ഇതിൻ്റെ വാഷ്റൂം. ലിവിങ് സ്പേസിൽ നിന്ന് വ്യൂ ഉണ്ട്, വ്യൂ ഉണ്ട്. ഇതിപ്പോൾ നമുക്ക് 2 സെക്ഷനായിട്ടേ കൊടുക്കാൻ പറ്റുള്ളൂ. ഇവിടെ നല്ല വ്യൂ ഉണ്ട്. ഇവിടെ ഇരിക്കാനുള്ള സ്പേസ് ഉണ്ട്. കഥയൊക്കെ പറഞ്ഞ് ഇവിടെ ഇരിക്കാം. വ്യൂ ഒരു രക്ഷയില്ല, അടിപൊളിയാണ്. ഇത് നമുക്ക് ഫുള്ളായിട്ട് കൊടുക്കാൻ പറ്റും. പിന്നെ അതല്ലെങ്കിൽ ഈ ഒരു സെക്ഷൻ മാത്രമായിട്ട് കൊടുക്കാൻ പറ്റും.
റേറ്റും കാര്യങ്ങളെല്ലാം നോക്കിയിട്ട് വേണം ചെയ്യാനായിട്ട്. അതെല്ലാം ഇനി പ്ലാൻ ചെയ്യണം. ആദ്യം പിന്നെ മെയിൻ്റനൻസ് കഴിഞ്ഞിട്ട് വേണം ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാനായിട്ട്. അടുത്തൊരു റൂം. ജസ്റ്റ് ഒന്നും വിരിച്ചിട്ടില്ല, ജസ്റ്റ് ഞാൻ വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ജസ്റ്റ് ഒന്ന് ക്ലീൻ ചെയ്ത് റെഡിയാക്കി ഇട്ടിട്ടുള്ളൂ. ഹാങ് ചെയ്യാനുള്ള സ്പേസ്. ഇവിടെ സെയിം സെറ്റപ്പ് തന്നെ, വാഷ്റൂം കോമൺ ആണ്. എനിക്കിനിയിപ്പോൾ അടുത്തത് ഈ റൂമിൽ എന്തെല്ലാം മാറ്റങ്ങൾ വരുത്തണം. നിങ്ങൾ കണ്ടല്ലോ, ഇവിടെ കൂടുതലും ഇവർ മാക്സിമം ഗസ്റ്റിനെ എടുക്കാന്നുള്ള രീതിയിലാണ് ഇവർ ഇത് സെറ്റ് ചെയ്തേക്കുന്നത്. ഇവിടെ 3 പേര്, 2 റൂമിലായിട്ട് 4, 7 പേര്. ഇവിടെ താഴെ ഒരു എക്സ്ട്രാ ബെഡ് 8 പേർക്ക് ഈ ഒരു സ്പേസിൽ പോകും. 8 8 16 പേര്. ഈ പൂൾ വില്ലാസൊക്കെ അങ്ങനെയുള്ള കൂടുതലും ആൾക്കാർ ബുക്ക് ചെയ്യണത് ഗ്രൂപ്പായിട്ട് ബുക്ക് ചെയ്യുള്ളൂ. അപ്പോൾ ആ ഒരു രീതിയിലാണ് ഇവരിങ്ങനെ ചെയ്തേക്കുന്നത്. പക്ഷെ ഇതിന് കുറച്ചും കൂടെ ഇതിനൊന്ന് മെനയാക്കാൻ പറ്റും. ഇതേപോലെ എക്സ്ട്രാ ബെഡ് എന്നുള്ള മാറ്റിയിട്ട് വേണമെങ്കിൽ നമുക്കൊരു സോഫ കം ബെഡ് ആക്കിയിട്ട് ലിവിങ് സ്പേസിന് ഒരു നല്ല ലുക്ക് കൊടുത്തു കഴിഞ്ഞാൽ കയറി വരുമ്പോൾ തന്നെ ഒരു വാവ് ഫീൽ ഉണ്ടാവും. ഇവിടെ ടി വി ഒന്നുമില്ല. ടിവിയുടെ ഒരു സ്പേസ് കണ്ടുപിടിക്കണം. അങ്ങനെ ഒന്ന് പ്ലാൻ ചെയ്യണം. Take off. Home point updated. ഇത് ഡ്രോണിൽ നിന്നുള്ള വ്യൂ ആണത്. നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട്. ഡ്രോണിൻ്റെ വിഷ്വൽ ഞാൻ നിങ്ങൾക്ക് സെപ്പറേറ്റ് ആയിട്ട് കാണിച്ചു തരാം. സോ ഗൈസ്, അപ്പോൾ നമ്മൾ ഈ പ്രോപ്പർട്ടിയിൽ വന്നു, എല്ലാം കണ്ടു, റൂംസ് എല്ലാം കണ്ടു. കുറച്ച് മെയിൻ്റനൻസ് കാര്യങ്ങളുണ്ട്, അറേഞ്ച്മെൻറ്റ്സ് കുറച്ച് ചെയ്യാനുണ്ട്. കുറച്ച് സാമ്പിൾസ് ഞാൻ ChatGPT വഴി എടുത്തിട്ടുണ്ട്. അതിൻ്റെ ഫോട്ടോ ഞാൻ സ്ക്രീനിൽ കാണിക്കാം. അപ്പോൾ ഇവിടെ Airbnb വർക്കൗട്ടാന്ന് വെച്ചാൽ ഇവിടെ വർക്കൗട്ടാവും. കാരണം പ്രൈവറ്റ് സ്പേസ് ആണ്, പൂളുണ്ട്, പിന്നെ നല്ല കാമായിട്ടുള്ളൊരു ഏരിയ ആണ്. വൈകിട്ട് അടിപൊളിയായിരിക്കുള്ളൂ. ഇവിടെ സൺസെറ്റിൻ്റെ ടൈമിൽ സൂപ്പർ ആയിരിക്കുള്ളൂ വിഷ്വൽസ്. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങൾ. ഇത് Airbnb ആയിട്ട് മുന്നോട്ട് പോകാനാണ് ഇവിടെ നമ്മൾ ഡിസൈഡ് ചെയ്തിരിക്കുന്നത്. പിന്നെ ഇതിൻ്റെ മെയിൻ്റനൻസും റൂമെല്ലാം സെറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് ഞാൻ ഒരു വീഡിയോ കൂടെ ചെയ്യുന്നുണ്ടാവും. അപ്പോൾ അതൊരു പാർട്ട് 2 ആയിട്ട് നമുക്ക് അപ്ലോഡ് ചെയ്യാം. നിങ്ങൾക്ക് ഇനി എന്തെങ്കിലും ക്വസ്റ്റ്യൻസ്, അതല്ലെങ്കിൽ എങ്ങനെ പുതിയൊരു Airbnb എടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങൾ, അതിനെപ്പറ്റി എന്തെങ്കിലും ഡൗട്ട്സും കാര്യങ്ങളെല്ലാം ഉണ്ടെങ്കിൽ നിങ്ങൾ വീഡിയോയിൽ കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. അപ്പോൾ നമുക്ക് പുതിയൊരു വീഡിയോയിൽ കാണുന്നത് വരെ ഗുഡ് ബൈ.